അർത്ഥമായി മാറിപ്പോകുള്ളൂ. പ്രാവ് തികച്ചും നിരുപദ്രവകാരിയായ ഒരു പക്ഷിയാണ്. ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? മനസ്സ വാച കർമ്മണ നാം മറ്റുള്ളവർക്ക്, ദൈവമക്കളായാലും ലോകരായാലും നമ്മെ സ്നേഹിക്കുന്നവരായാലും വെറുക്കുന്നവരായാലും നാം ആർക്കും ഒരു ഉപദ്രവകാരികളായിരിക്കരുത്. വി ഷുഡ് ബി ഹാംലെസ് പീപ്പിൾ. സ്നേഹവാനായ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ സ്നേഹം മാത്രം പകർന്നു കൊടുക്കാൻ കടംപ്പെട്ടവരാണ് ദൈവമക്കൾ. ഒരു നിലയിലും ഉപദ്രവിക്കുന്നവരാകരുത്. ദൈവമക്കളുടെ സാക്ഷ്യത്തിൻ്റെ പിൻബലം അതുതന്നെയാണ്. യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ഉപകാരികളായ വ്യക്തികൾ. ഇതായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടതായ അഡ്രസ്സ്. അതുപോലെ നിഷ്കളങ്കരായിരിക്കുക. നാം തമ്മിലൊക്കെ പെരുമാറുമ്പോഴും കളങ്കമില്ലാത്ത അവസ്ഥയിലായിരിക്കുക. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറഞ്ഞ് അങ്ങനെ കളങ്കമുള്ള അവസ്ഥയിൽ നാം ആകാതിരിക്കുക. നിഷ്കളങ്കരായിട്ട് ആയിരിക്കേണ്ടത് വാസ്തവം ആവശ്യമാണ്. ഇനി യെശയ്യാ പ്രവചനം 38 14 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 38:14. പ്രാവ് പോലെ കുറുകി. പ്രാവിൻ്റെ ശബ്ദത്തെ കുറുകുക എന്നാ പറയുന്നത്. കുറുകുക എന്നുള്ളത് വിലപിക്കുക. എന്തെങ്കിലും മരണത്താലുള്ള വേർപാട് സംഭവിച്ചതിൽ ദുഃഖിച്ച് വിലപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആ പ്രയോഗമാണ് പ്രാവിൻ്റെ കുറുകലായിട്ട് മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷിൽ മോർണിംഗ്, MOURNING, മോർണിംഗ്. അത് കേവലം ബീയിങ് സാഡ് എന്നുള്ളതിനേക്കാൾ, കാരണം വേദന എടുത്താൽ ദുഃഖിക്കുക, അങ്ങനെ പലതുണ്ട്. എന്നാൽ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചില പ്രിയപ്പെട്ടവരുടെ വേർപാടിലുള്ള ദുഃഖം. ഈ പ്രാവിൻ്റെ കുറുകലിനെ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഞാൻ ചെറിയ ഒരു മിനിറ്റ് പറയുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കാം. യെശയ്യാവ് തന്നെ 59:11. 59:11. ഏറ്റവും കുറുകുന്നു. വി മോൺ വെരി മച്ച്. ഒരുപാട് കുറുകുന്നു. ഇത് രണ്ടും വെച്ച് 2 വാക്ക് പറയാം. അതായത് ഞാൻ പറഞ്ഞ പോലെ പ്രാവ് എപ്പോഴും കുറുകുന്ന ഒരു ജീവിയാണ്. അത് നമ്മൾ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ എടുക്കുക. കാരണം ബൈബിളിൽ തന്നെ പ്രാവ് കുറുകുന്നത് പോലെ ഞങ്ങൾ കരയുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിലപിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് നമുക്കതിനെ ആധികാരികമായിട്ട് ആ നിലയിൽ കണക്കാക്കാം. പ്രാവിൻ്റെ കുറുകൽ അനുതാപത്തിൻ്റെയും അതുപോലെ വിലാപത്തിൻ്റെയും അനുഭവമായിട്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പ്രാവ് എപ്പോഴും കുറുകും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? അപ്പോൾ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നവരായിരിക്കും. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, പ്രേ സീസ്ലെസ്ലി എന്നൊക്കെ പറയുമ്പോഴത്തെ ആശയം അറിയാമല്ലോ. ഊണുമില്ല, ഉറക്കവുമില്ല, ഒന്നുമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലല്ല. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, പ്രേ ഓൾവേസ് സീസ്ലെസ്ലി എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇടയ്ക്കോ മറ്റോ സൗകര്യമുള്ളപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി അർപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ പ്രാവ് വിലപിക്കുന്നത് പോലെ ദൈവമക്കൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരും വിലപിക്കുന്നവരുമായിരിക്കണം. വിലപിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? ആരെങ്കിലും മരിച്ചു പോയതിൻ്റെ, എന്തെങ്കിലും നഷ്ടമായി പോയതിൻ്റെ അവസ്ഥ, അത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ നമ്മെ തന്നെ നോക്കിയിട്ട് നാം വിലപിക്കുന്നത്, കർത്താവേ എൻ്റെ ആദിമ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്നെനിക്ക് ലഭിക്കുന്നില്ല, ഞാൻ തോൽവിയുടെ സമാഹാരമായി തീർന്നിരിക്കുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയാതെ പോയിരിക്കുന്നു, ആ കൃപയുടെ ശക്തിയും ബലവും ഒക്കെ എനിക്ക് നഷ്ടമായി പോയിരിക്കുന്നു എന്ന് വിലപിക്കുക. നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് വിലപിക്കുക. ഇത് ദൈവമക്കളായി നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആവശ്യമാണ്. നാം കർത്താവിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ യെശയ്യാ പ്രവചനം 53-ാം വാക്യത്തിൽ വായിക്കുന്നത് ഹി വാസ് എ മാൻ ഓഫ് സോറോസ്. മലയാളത്തിലെ തർജ്ജമയ്ക്ക് ഇച്ചിരി ഒരു പെശകുണ്ട്. അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന്.
രോഗം ശീലിച്ചവൻ എന്ന അർത്ഥവും അതിൻ്റെ മൂലഭാഷയ്ക്ക് ഉണ്ട്. എന്നാൽ രോഗം ശീലിച്ചവൻ എന്നത് കർത്താവിന് യോജിക്കില്ല. കാരണം കർത്താവ് ഒരിക്കലും രോഗിയായിരുന്നിട്ടില്ല. രോഗം പാപത്തിൻ്റെ ഡയറക്റ്റ് പ്രതിഫലമായതുകൊണ്ട് യേശു കർത്താവിന് രോഗം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഹി വാസ് നെവർ എ മാൻ ഓഫ് സിക്നെസ്. പക്ഷേ ഹി വാസ് എ മാൻ ഓഫ് സോറോസ്. എന്തിനാ താൻ ദുഃഖിച്ചത്? തൻ്റെ ദുഃഖം തനിക്ക് നഷ്ടമായി പോയ എന്തെങ്കിലും ഓർത്തുകൊണ്ടല്ല. അങ്ങനെയുള്ളതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ താൻ ഉള്ളപ്പോഴും തന്നിൽ വിശ്വസിക്കാതെ ജനം മടങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ തൻ്റെ ദുഃഖം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. എത്രയോ ഘട്ടങ്ങൾ നമുക്കതറിയാം. വിശേഷാൽ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് സുന്ദരമായ യെരൂശലേം പട്ടണത്തെ കണ്ടപ്പോൾ യെരൂശലേം തന്നിൽ വിശ്വാസം അർപ്പിക്കാതെ അവർ നശിക്കാൻ പോകുന്ന ആ കാര്യത്തെ മുൻകൂട്ടി ഓർത്തുകൊണ്ട് യേശു കർത്താവ് നിലവിളിച്ചു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. യേശു കർത്താവ് കരയുക. എന്താ കരയുന്നത്? നിന്റെ സമാധാനത്തിനുള്ളത് നിനക്കറിയാതെ പോയല്ലോ. സമാധാനത്തിൻ്റെ പ്രഭുവായ കർത്താവ് വന്നിട്ട് അവനെ പിടിച്ച് കുരിശിക്കുകയാണ് ചെയ്യുന്നത്. അത് വരുന്നതിന് മുൻകൂട്ടി കർത്താവ് യെരൂശലേമിനെ നോക്കി വിലപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിലാപത്തിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മെ തന്നെ നോക്കിയുള്ള വിലാപം. ഒരു വ്യക്തിയുടെ മാത്രമല്ല, ദൈവജനത്തിൻ്റെ മുമ്പിൽ കർത്താവെ ആ പ്രാരംഭ സഭാഘട്ടത്തിലൊക്കെ എന്തുമാത്രം അത്ഭുതകരമായ പ്രവൃത്തികളാണ് അങ്ങയുടെ ജനം അങ്ങേക്ക് വേണ്ടി ചെയ്തത്. എന്തുമാത്രം ആത്മാക്കളെ അവർ നേടി, എന്തുമാത്രം കഷ്ടം അങ്ങേക്ക് വേണ്ടി അവർ സഹിച്ചു, എന്തൊരു സ്നേഹമയമായ അവസ്ഥയിലാണ് അവർ ജീവിച്ചത്. എന്നാൽ ഇന്ന് അതൊക്കെ പോയല്ലോ കർത്താവെ, ഞങ്ങളുടെ കാലത്ത് അതൊക്കെ നഷ്ടമായി ഞങ്ങൾ കളഞ്ഞു കുടിച്ചല്ലോ, ആദ്യ സ്നേഹമൊക്കെ ഞങ്ങൾ വിട്ടുകളഞ്ഞല്ലോ കർത്താവെ എന്ന് ദൈവസേനയിൽ നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കും. അതേ സമയത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ നോക്കിക്കൊണ്ട് കരയുവാൻ, രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള, അതിനാവശ്യമുള്ള അനേകർ അതിന് മനസ്സില്ലാതെ പിശാചിനാൽ വശീകരിക്കപ്പെട്ട് തെറ്റായ പാതകളിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ അവരെ ഓർക്കുവാൻ, ദുഃഖിക്കുവാൻ, കരയുവാൻ, പ്രാവിനെ പോലെ കുറുകുവാൻ ദൈവമക്കളായ നമുക്ക് സാധിക്കണം. ആ പാഠം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. യെഹെസ്കേലിൻ്റെ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 7:16. എന്നാൽ അവരിൽ വെച്ച് ചാടിപ്പോകുന്നവർ ചാടിപ്പോകുകയും ഓരോരുത്തരും താന്താന്റെ അടിത്തത്തെ കുറിച്ച് താഴ്വരകളിലെ പ്രാവുകളെ പോലെ മലകളിൽ ഇരുന്ന് കൊള്ളുകയും ചെയ്യും. എല്ലാ കൈകളും തളരും, എല്ലാ മുഴങ്കാലുകളും വെള്ളം പോലെ ഒഴുകും. ഇവിടെ താഴ്വരകളിലെ ആ അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ ആ കരച്ചിൽ പ്രാവിന്റെ കുറുകലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ആ റെഫറൻസ് കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ പ്രാവിന്റെ കുറുകൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ സദാ പ്രാർത്ഥനാ നിരതരായി, ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്ന, കരയുന്നവരായി നാം ഇരിക്കണം. അതിൻ്റെ രണ്ട് ഘടകങ്ങളൊന്ന് നമ്മുടെ തന്നെ ദുരവസ്ഥയെ കണ്ട് ഉണരുവാനും, മറ്റൊന്ന് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം മൂലവും ദൈവസന്നിധിയിൽ കരയുന്നവരായിരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇത് എപ്പോഴും ചെയ്യാൻ പറയാം. എപ്പോഴും പ്രാർത്ഥനയെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ പ്രേ സീസ്ലെസ്ലി,